അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. മകളെ കെട്ടാൻ പോകുന്നത് കൊള്ളാവുന്ന ഒരുത്തനാവണമെന്ന് ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നല്ലേ. മഹാഭാരത യുദ്ധത്തില് എതിർവശത്ത് സ്വന്തം അമ്മാവനായ ഭീഷ്മരെ കണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന അർജുനന്റെ അടുക്കലേ കൃഷ്ണൻ പറഞ്ഞത് എന്തുവാ? യുദ്ധത്തില് ശങ്കിച്ചു നിന്നുകൂടാ, അമ്പെയ്യാൻ തീരുമാനിച്ച ആ നിമിഷം എതിരിക്കണമെന്ന. അതിന്റെ അർത്ഥം എന്തുവാ? സ്വന്തം അമ്മാവന്റെ തലവെട്ടി അങ്ങോട്ട് മാറ്റണമെന്നൊന്നുമല്ല. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ ഒരു സെക്കൻഡ് പോലും വൈകരുതെന്ന. എടാ, നീ ഇപ്പൊ ഏതായാലും ആ പൗർണമി ഒന്ന് പോയി കാണ. എന്നിട്ടേ ബിസിനസ് ചെയ്യാൻ സമ്മതമാണെന്ന് അങ്ങ് പറ. नहीं भैया, आप लोग जितना तंगवा बोल रहे हैं वो बहुत ज्यादा है। नहीं मैडम, हमने वैसे बहुत ही कम ही बोला है. आप तो कुछ करो ना आपकी तरफ से, प्लीज़ मैडम. मैं आपको 2 दिन में बता देंगे. अच्छा ठीक है मैडम. क्या भाईजान, तुम तो 1000 रुपये तो कम कर सकते थे. वो बुलाएगा यार. നല്ല ഐശ്വര്യമാണല്ലോ. ദാ ഇപ്പൊ ഒരു ഷെഫിനെ അപ്പോയിന്റ് ചെയ്തേ ഉള്ളൂ. അപ്പോയിന്റ് ചെയ്തു? പിന്നെ ഞാൻ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞതിന് ചുമ്മാ. ഇയാൾക്കൊന്നും ഓക്കെ അല്ല, ചുറ്റുമുള്ള ഒന്നിനോടും താല്പര്യമില്ല. ഫാദറിനോട് ബിസിനസ് എന്തോ ഏറ്റെടുത്ത് നടത്താൻ പോവാന്നൊക്കെയല്ലേ പറഞ്ഞേ. എന്നിട്ടിപ്പോ എന്തു പറ്റി? അത് ചോദിക്കാൻ വിളിച്ചേ. ഓ, വിളിച്ചെടുത്ത് ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത്. ഹലോ, ബിസിനസ് ചെയ്യാൻ ഏറ്റവും ആവശ്യമേ ക്ഷമയാണ്, അതറിയാവോ? ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഫുഡ് ട്രക്കിന്റെ മെയിൻ്റെനൻസ്, പർച്ചേസ്, കുക്കിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാവോ? അങ്ങനെയാണെങ്കിൽ നാളെ മോർണിംഗ് ഷാർപ്പ് 9 AM ജോലികൾ തുടങ്ങണം. മറ്റേ ആ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും കൂടി വിളിച്ചോളൂ. വേറെ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ ഹെൽപ്പ് ചെയ്യാൻ. ഓൾറെഡി ഒരു കാറ്ററിംഗ് കമ്പനി ഏൽപ്പിച്ചതാ. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ വർക്ക് നമ്മൾ തന്നെ കൊടുക്കണം എന്ന് വളരെ നിർബന്ധം. അതുകൊണ്ടാണ്. ആക്ച്വലി ഞങ്ങൾക്ക് കേറ്ററിംഗ് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ആദ്യത്തെ ബിസിനസിന്റെ കൂടെ ഞങ്ങൾ പുതിയ പ്ലാനും കൂടെ തന്നില്ലേ. സോ ദാറ്റ്സ് ഓൾ. ഐ ട്രസ്റ്റ് യു. താങ്ക്സ്. ഇംപ്രസ് എവരിവൺ വിത്ത് ഡെലീഷ്യസ് ഫുഡ്. ഷുവർ അങ്കിൾ, വി വിൽ. ഓക്കേ. അങ്കിൾ എന്നെ ഒന്ന് ലൈബ്രറിയിൽ ഡ്രോപ്പ് ചെയ്യണം. പിന്നെന്താടാ? അങ്കിൾ, ഇത് വിജയ്, പിങ്കിയുടെ പാർട്ട്ണറാ. ഇതെന്റെ അങ്കിൾ. ഹായ് ജെന്റിൽമാൻ. Hello, sir. See you tomorrow. ടുമോറോ? ഓക്കേ. നാളെ കാണാം. നാളെ? ഹേ, അതേതാ ജെന്റിൽമാൻ? നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ച് ആവുന്നതിന് മുന്നേ ഫസ്റ്റ് ഓർഡർ കിട്ടി. കേറ്ററിംഗ് ആണ്, ട്രയലായിട്ട് കൂട്ടിയാൽ മതി. എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. കേറ്ററിംഗ് നമ്മുടെ പ്ലാനിലില്ലല്ലോ. ഏതാ ക്ലച്ച് പിടിക്കുന്നതെന്ന് ആർക്കറിയാം. ഇങ്ങോട്ട് വന്നേല്ലേ, ബിഗ് ഇവന്റ് മാനേജറാണ്. പക്ഷെ നാളെ രാവിലെ 11 മണിക്ക് ഫുഡ് അവിടെ എത്തണം. ബട്ട് നാളെ എന്ന് പറയുമ്പോൾ മെനു ഒക്കെ. മെനു ഒന്നുമില്ല, അതിനൊക്കെ മെയിൻ കേറ്ററിംഗ് കമ്പനി വേറെയുണ്ട്. നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടേഴ്സിൻ്റെ ഓർഡർ മാത്രമേ ഉള്ളൂ. സോ റിസ്ക് എടുക്കണ്ട. ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ മാത്രം മതി. ഞാനവിടെ ഉണ്ടാവും. വണ്ടിയിൽ ഡീസൽ അടിക്കാൻ മറക്കരുത്. എവറിത്തിങ് ഷുഡ് ബി പെർഫെക്റ്റ്. എന്നാലും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് ഞാൻ കുക്ക് ചെയ്താൽ പോരെ? ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് അല്ലേ? വിജയ്, 24 hours പോലും ഇല്ല ഇവന്റിന്. വെറുതെ എന്തിനാ ടെൻഷൻ? എങ്ങനെ എലിഗൻ്റ് ആയിട്ട് സെർവ് ചെയ്യാന്ന് ആദ്യം പഠിക്കും. ഓക്കെ. എണീറ്റ് എനിക്ക് 75,000. മാർജിൻ ഉണ്ടോ? ഒരു 20,000. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്റ്റാർട്ടേഴ്സ്. ദാറ്റ്സ് എ ഗുഡ് വൺ. അപ്പോൾ ഞാൻ പോയി പ്ലാനിങ് തുടങ്ങട്ടെ. See you. This is the first goal opening. Match ചെയ്യുന്നത് ഇന്ത്യയുടെ സ്വന്തം റോഷൻ. നിങ്ങളിത് കാണുക. ഈ ഭൂഗോളത്തിൽ this man is called genius of cricket. ട്രൈൽ ബോൾ ആണെങ്കിൽ ചേട്ടൻ അതിനകത്ത് എത്ര വീശ് അടിച്ചേ? ആദ്യം കൊള്ളിക്കടിച്ചല്ലേ, കൊള്ളിച്ചടിച്ച് അപ്പുറത്ത് വരാം. ചേട്ടൻ ധോണി ട്രൈൽ ബോൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കോഹ്ലി ട്രൈൽ ബോൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ കോളിനും ധോണിനെ പോലെ ഡെയിലി കളിച്ചിറക്കണമാരല്ല. ഞങ്ങൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. വി ആർ മ്യൂസിക് ഡയറക്ടർ. വി മേക്ക് മ്യൂസിക്. പോയി കോളിടാ. ചലേ പോയി. എറിയടാ. 3 സ്റ്റമ്പും തെറിപ്പിക്കും. ഏയ്, ദേ. വീണ്ടും ഫസ്റ്റ് ബോൾ. ദേ, നോക്കിയേ. ആദ്യത്തെ അഡ്വാൻസ്. കൊള്ളാം. ഒരു ഹെൽപ്പ് വേണം. വാ. ഹെൽപ്പ് ഒന്നുമില്ല. കളിയുണ്ട്. ഓ, അപ്പോ എന്റെ ചെലവില് നീയൊന്നും ബിയർ അടിക്കുന്നില്ല? ശ്ശേ.
ഓഹോ പ്രലോഭനം की बारे में Bloody fool. ഞങ്ങള് കോള് വന്നിട്ട് പോടാ. പിങ്കി ആ ഒന്ന് വേഗം വന്നേ. എന്തു പറ്റി? വേഗം വാ. എന്താ ചേച്ചിയോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ചേച്ചി എന്തായി ചെയ്യുന്നേ? മിണ്ടാതെ പൊടി, അമ്മ എണീക്കും. ചേച്ചി ഇതൊന്നും ശരിയല്ല. എനിക്കേ ഇതുകൊണ്ട് 2 മാസത്തെ EMI അടയ്ക്കാം. ചേച്ചി പ്രായമായ അമ്മയാണ്. അതെ, അത് തന്നെ. പ്രായമായ അമ്മയ്ക്ക് എന്തിനാ സ്വർണം? പൈസക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ടടി. ചേച്ചി പ്ലീസ് അത് കൊണ്ടുപോകരുത്. ഇവിടുത്തെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ചേച്ചി വിടരുത്. മരിക്കാൻ കിടക്കുന്ന ആൾക്കല്ലേ മാലേ മാളി. നാളെ എല്ലാവരും ഫുഡ് കഴിച്ച് ഹാപ്പി ആയി കഴിയുന്ന നേരത്ത് എല്ലാവരും പിങ്കിയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ടൊന്ന് പറയും പിങ്കി ദ സ്റ്റാർട്ടേഴ്സ് വർ സോ അമേസിംഗ് സോ എക്സ്ട്രാ ഓർഡിനറി. അപ്പൊ നീ പറയും ഞാനൊരു സത്യം പറയട്ടെ, ഇത് ഞാൻ ഓർഡർ ചെയ്ത് പറ്റിയതല്ല, ഞാൻ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് കുക്ക് ചെയ്താണ് അല്ലേ? അപ്പൊ അവള് പറയും ഓ മൈ ഗോഡ് വിജയ് യു ആർ സോ സ്വീറ്റ് ആൻഡ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ആൻ അമേസിംഗ് ഷെഫ്. ദേ ഞാനിത് ഫുൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കഴിയണവരെ ഉറങ്ങണമെന്ന് മാത്രം എൻ്റെ അടുത്ത് അത് പറയും. പറയൂല. കമോൺ പിടി വേണ്ട, അടിക്കേ. എനിക്കുണ്ട്. എന്നാൽ എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ താൽക്കാലികമായിട്ട് കള്ളുകൂടി നിർത്തി. എന്താണ് എടാ വീട്ടിലെ പരിപാടികളൊക്കെ ഒന്ന് സെറ്റിൽ ആവണവരെ കുറച്ച് സീരിയസ് ആയില്ലെങ്കിലേ ചിലപ്പോ നൈസായിട്ട് പണി പാടും. പിങ്കിയല്ല ആ പിങ്കി, അത് ഞാനേ നാളത്തെ ലൊക്കേഷൻ മാപ്പ് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ആ എനിക്ക് കിട്ടി, എനിക്ക് അറിയാവുന്ന സ്ഥലമാണ്. പിന്നെ ഏത് ഹോട്ടൽ ഓർഡർ കൊടുത്തേക്കുന്നേ? ഹോട്ടൽ ഹോട്ടൽ കാസിലോ. അയ്യോ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? That's okay, I can manage. എന്നാ ഓക്കെ ശരി. അപ്പൊ എന്നാ നാളെ കാണാം. നേരത്തെ ഉറങ്ങിക്കോ. പിന്നെ രാവിലെ വരുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണേ. ആദ്യത്തെയാണ്. All right. ഓക്കെ ശരി. Good night. ഗുഡ് നൈറ്റ്. ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. എന്റെ തിരുവാർമല കൃഷ്ണ. ആ പിങ്കി, ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യായിരുന്നു. നോട്ട് റീച്ചബിൾ എന്നൊക്കെയാ പറയുന്നേ. നോട്ട് റീച്ചബിൾ. ആ അതെ. എണീറ്റപ്പോ എന്നെ ഒന്ന് വിളിക്കായിരുന്നു. ഞാനേ റെഡിയാക്കുന്നതിന്റെ തിരക്കില്. ഇറ്റ്സ് ഓക്കെ. എല്ലാം റെഡിയല്ലേ? എവിടെ എത്തി? ഞാൻ എന്താ പുറപ്പെട്ടു. ഞാൻ അല്ല പുറപ്പെടുന്നു. പുറപ്പെട്ടില്ലേ ഇതുവരെ? ഇനി 1 മണിക്കൂറില്ലേ, ഞാൻ പെട്ടെന്ന് എത്തും. നോക്കൂ നല്ല ട്രാഫിക് ഉണ്ടാവും. ഇപ്പൊ പുറപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിക്കില്ല. ഞാൻ ഇവിടെ ഇറങ്ങി ഉടനെ അവിടെ എത്തും. സ്റ്റാർട്ടേഴ്സ് ആണ് സെർവ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് പോലും ലേറ്റ് ആവാൻ പറ്റില്ല. ഇല്ല ലേറ്റ് ആവില്ല എനിക്കറിയാം. എണീക്കണം. എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എടാ ആകെ 10 രൂപ ബോക്സേ ഉള്ളൂ, ഒന്ന് എടുത്തു വെച്ചാ. ഹായ് പിങ്കി. ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാം റെഡി അല്ലേ? ഓൾ സെറ്റ്. അകത്ത് ബാപ്റ്റിസം തുടങ്ങിയാൽ പിന്നെ 15 മിനിറ്റ് എടുക്കും. ഷാർപ്പ് 11 നമ്മൾ സ്റ്റാർട്ടർ സെർവ് ചെയ്യണം. അങ്കിൾ ട്രസ്റ്റ് മീ, എവറിത്തിങ് വിൽ ബി പെർഫെക്റ്റ്. പിന്നെ പിങ്കി ഈ ഇവന്റ് നന്നായിട്ട് ചെയ്ത 4-5 മിനിറ്റ്സ് വേറെ ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട്. ഓ താങ്ക് യു സോ മച്ച്. ബി ഹിയർ. ഓക്കെ. ഓക്കെ